ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് യെരമ്യാവിനെ ദൈവം കുശവൻ്റെ വീട്ടിലേക്ക് വിട്ടു. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒന്നാമതായിട്ട് ദൈവം പറയുന്നു അതിൻ്റെ 2-ാം വാക്യത്തിൽ, ഗോ ഡൗൺ, കുശവന്റെ വീട്ടിലേക്ക് പോവുക, അവിടെ ഞാൻ നിന്നോട് സംസാരിക്കുന്ന പറയുന്നു. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം, ദൈവം സംസാരിക്കാനായിട്ട് ചില കണ്ടീഷൻസ് ഉണ്ട്. നീ അവിടെ പോവുക, അവിടെ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പൊ യെരമ്യാവ് കർത്താവ് പറയാനുള്ളതല്ല ഇപ്പോഴങ്ങ് പറഞ്ഞേരെ, ഞാൻ കേട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. നീ അവിടെ ചെല്ലുക, അവിടെ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ അനേകരും ദൈവത്തിൻ്റെ വചനം കേൾക്കാത്തത്, അവരോട് സംസാരിക്കാത്തത്, ദൈവം പറയുന്ന ചില ചുവടുകൾ വെക്കാത്തതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് നീ കേട്ടാൽ അടുത്ത പടിയിലേക്ക് ദൈവം നമ്മളെ നടത്തും. ആ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ സോൾ അവിടെ കർത്താവിന്റെ വെളിച്ചം കണ്ടു, കുതിരപ്പുറത്തുനിന്ന് വീണു, കർത്താവാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പോ സോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ആരാകുന്ന കർത്താവെ ചോദിച്ചു, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം സോൾ ചോദിച്ചത്, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ നിന്നോട് സംസാരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ സ്റ്റക്കപ്പ് ആയിരിക്കുകയാണോ? എവിടെയോ കർത്താവിനെ അനുസരിക്കാനുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് ആഴമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ എവിടെയോ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ? എവിടെയാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തത് എന്ന് നാം ശോധന ചെയ്ത് നാം കറക്റ്റ് ചെയ്യുമെങ്കിൽ ആ ഒരു റെവലേഷന്റെ കണ്ടിന്യൂറ്റിയിലേക്ക് ദൈവം നമ്മളെ നടത്തും. സ്വീകരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സോ ഗോ ഡൗൺ, there I will speak to you. അപ്പോൾ അടുത്ത ചുവട്ടിലേക്ക് പോകാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാര്യമാണ് പറയുന്നത്. ഹി വാസ് വർക്കിംഗ് ഓൺ ദ ക്ലേ. അവൻ അവിടെ ചെന്ന സമയത്ത് ആ കുശവന്റെ വീലയിൽ വെച്ചുകൊണ്ട് ക്ലേയിൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ആക്സിഡന്റ് അല്ല, അത് വെറും കോയിൻസിഡൻസ് അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ചെന്ന ആള് റൈറ്റ് കോണ്ടെക്സ്റ്റിലാണ് ചെന്നത്. കുശവന്റെ വീട്ടിൽ ചെന്നപ്പം കുശവൻ ഒരാഴ്ചത്തെ ഹോളിഡേക്ക് എങ്ങാണ്ട് പോയിരിക്കുക, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായില്ല. ചെന്ന സമയത്ത് അവന് പഠിക്കാനുള്ള പാഠവുമായിട്ട് കുശവൻ റെഡി ആയിട്ട് നിൽക്കുക. ഹി വാസ് വർക്കിംഗ് ആൻഡ് ഹി വാസ് ജസ്റ്റ് ഓൾമോസ്റ്റ് ട്രൈങ് ടു ഫിനിഷ് വൺ വെസൽ. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യിരെമ്യാവ് ചെന്നത്. ലെസൺ, ഇഫ് യു ഒബേ ഗോഡ്, യു വിൽ ബി ഇൻ ദ റൈറ്റ് കോണ്ടെക്സ്റ്റ്. യു വിൽ റീച്ച് ഇറ്റ് ദ ക്രിട്ടിക്കൽ മൊമെന്റ്. നിന്റെ കോണ്ടെക്സ്റ്റ്, നിന്റെ സമയം ആ ശരിയായിട്ടുള്ള സമയത്തായിരിക്കും നീ കർത്താവിനെ അനുസരിച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെത്ര നന്നായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ആ മരുഭൂമിയുടെ സ്ഥലത്തേക്ക് പോവാൻ. അപ്പൊ ഫിലിപ്പോസ് അനുസരിച്ചു. അവിടെ ചെന്നപ്പോ ഒത്തിരി ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ചെന്ന ഉടനെ കണ്ടു ഒരു രഥം, അതിനകത്തൊരു ഷണ്ണൻ, അതിനകത്ത് ബൈബിൾ വായിക്കുന്നു, ന്യായപ്രമാണം വായിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാൽ നീ തക്ക സമയത്ത്, തക്ക സ്ഥലത്ത്, തക്കതായ അവസരത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നീ ചെന്നെത്തും. നമ്മൾ താമസിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ അനേകരുടെയും ജീവിതം ഫലപ്രദമാകാത്തത് ദൈവത്തിൻ്റെ നടത്തിപ്പിനെ വേണ്ടവണ്ണം സമയത്ത് അനുസരിക്കാത്തതാണ്.
അതുകൊണ്ട് ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. അവിടെ കാണുന്ന കാഴ്ച, യിരെമ്യാവ് ചെന്നപ്പോൾ കുശവൻ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. യിരെമ്യാവിന്റെ മുന്നേ വെച്ച് തന്നെ കുശവന്റെ കയ്യിലിരുന്ന ആ പാത്രം ഉടഞ്ഞുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് കുശവൻ അതിനെ വീണ്ടും തനിക്ക് ബോധിച്ച വേറൊരു പാത്രമാക്കി മാറ്റി. ഇതാണ് ഇതിന്റെ കീ ആയിട്ടുള്ള ലെസൺ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ നമ്മൾ അവിടെ കാണണം. ഈ കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പാത്രം നമ്മുടെയൊക്കെ ജീവിതമാണ്, നമ്മുടെയൊക്കെ ജീവനാണ്. ഇവിടെ നമ്മളോട് എല്ലാവരോടും ഉള്ളതായിട്ടുള്ള മെസ്സേജ് അതിനകത്തുണ്ട്. ഒന്നാമതായിട്ട്, ഈ കുശവന്റെ കയ്യിൽ പാത്രം പൊട്ടിപ്പോകാറുണ്ട്. അയ്യോ, ദൈവത്തിന്റെ കയ്യിൽ പാത്രം പൊട്ടിപ്പോവും. വചനം പറയുന്നു ദൈവം സകലത്തെയും വഹിക്കുന്നെന്ന്. അപ്പോൾ സകലത്തെയും തന്റെ കയ്യാൽ വഹിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ പാത്രങ്ങൾ പൊട്ടിപ്പോകാറുണ്ടോ? പൊട്ടിപ്പോകാറുണ്ട്. ഏതെൻ തോട്ടത്തിൽ അതാ കാണുന്നത്. പാപികളായ എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ അതാ കാണുന്നത്. മനുഷ്യജാതിയുടെ കയ്യിൽ അതാ കാണുന്നത്. ദൈവത്തിന്റെ കയ്യിൽ ഇരുന്ന് പൊട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ അവസാനമല്ല. അതാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. എന്താണ്? ഈ കുശവൻ റീവർക്ക് ചെയ്യാൻ കഴിയുന്ന കുശവനാ. അതിനെ വീണ്ടും യോജിപ്പിക്കുവാൻ മാത്രമല്ല, പൊട്ടിപ്പോയതിനെ നന്നാക്കാൻ കഴിയുന്ന കുശവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതം എത്ര പൊട്ടിയാലും പാളിയാലും, അത് അങ്ങേയറ്റത്തെ ദോഷമായി മാറിയാലും, അതിനെ വീണ്ടും ശരിയാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് വിശ്വസിക്കുക. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കുശവൻ അതിനെ ആദ്യമേ പണിതു വന്ന രീതിയിലല്ല, അവന്റെ ഇഷ്ടം പോലെ വേറൊന്നാക്കി മാറ്റി. ഇതിനകത്തൊരു വലിയ ലെസൺ ഉണ്ട്. ദൈവം നമ്മളെ തൊടുമ്പോ നീ നിന്നെപ്പറ്റി ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നിന്റെ ഭാവി. അല്ലേ, ആൾക്കാർ നിന്നെ കണ്ടപ്പോൾ കണ്ട രീതിയിലായിരിക്കില്ല നിന്റെ ഭാവി. അത് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമായിരിക്കും. അതാണ് അതിന്റെ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. അവൻ അതിനെ തന്റെ ഇഷ്ടം പോലെ ഒന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള മെസ്സേജ്, നിന്റെ ജീവിതം തകർന്നു പോയാൽ, നീ ഒരു പരാജയമാണെങ്കിൽ, നിന്റെ പരാജയം ഒരു വിജയത്തിന്റെ പോയിന്റായിട്ട് തുടങ്ങുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്ക്, ദൈവത്തെ സമ്മതിക്ക്, ദൈവത്തെ അനുവദിക്ക്. പക്ഷേ നിന്റെ ഇഷ്ടം പോലെ അല്ല, അത് ദൈവ ഇഷ്ടം പോലെ ആകുവാൻ സമർപ്പിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുശവന്റെ കയ്യിൽ ഇരുന്ന് പൊട്ടിപ്പോയത് അത് ഒരു അനുഗ്രഹമാക്കി മാറ്റും. എങ്ങനെ? സകലതും നന്മയ്ക്ക് വേണ്ടിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ എന്തിനാ പാപം ചെയ്യാൻ ദൈവം അനുവദിച്ചത്? ഇതൊരു വലിയ ചിന്തയാ. ദൈവത്തിന് ആ കഴിവില്ലയോ? ഫിലമോനോട് പൗലോസ് പറയുന്ന ആ ലേഖനത്തിൽ കൂടെ പറയുന്ന കാര്യത്തിൽ ഒരു വലിയ തത്വമുണ്ട്. ആ ഫിലമോനോട് പൗലോസ് പറയുകയാണ്, ഒനോസിമോസ് നിന്നോട് തെറ്റ് ചെയ്ത് നിന്നെ വിട്ട് ഓടിപ്പോയി, എന്നാൽ സദാകാലത്തേക്കും അവനെ മടക്കി കിട്ടേണ്ടതിനാണ് അവൻ നിന്നെ വിട്ട് ഓടിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ ദൂതന്മാരെ പോലെ അങ്ങനെ ഇരുന്നായിരുന്നെങ്കിൽ, കണ്ടോ, ഞാൻ നല്ല നീതിമാൻ, ഞാന് മനോഹരൻ, ഞാന് സുന്ദരൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊരു മൂലയ്ക്ക് ഇരുന്നേനെ. എന്നാൽ പാപം ചെയ്ത് അനുതപിച്ച് മടങ്ങി വന്നതായ മനുഷ്യൻ ദൈവസ്നേഹത്തെ കൂട്ടിൽ അറിഞ്ഞവനും, പ്രൈസ് ദി ലോർഡ്, എന്നേക്കുമായിട്ട് ദൈവത്തോടുള്ള പറ്റുമാനമുള്ളവനുമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആഴം ഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ultimately God can shape us, help us and glorify us and help us to be with him forever in eternity. അപ്പോൾ ആ ദൈവത്തിന്റെ പ്ലാനിനകത്ത് ഒരു തെറ്റും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മൾ
നമ്മൾ തെറ്റുകൾ ചെയ്യാൻ തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥയിൽ കൂടി നമ്മളെ കടത്തിവിട്ടത് പോലും ആ തെറ്റുകൾ പിന്നത്തേതിൽ ചെയ്യാതെ എന്നേക്കും കർത്താവിനോട് വസിപ്പാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. അതാണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കുശവന്റെ കയ്യിൽ ഈ വീണ്ടും റീവർക്ക് ചെയ്യപ്പെടുന്നതായ പാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് പരാജയമുണ്ടായാലും അതൊരു വിജയത്തിന്റെ തുടക്കമായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ജീവിതത്തിലെ പ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജീവിതത്തിലെ മനപ്രയാസം കൊണ്ട് മദ്യപാനം ചെയ്യാൻ പോകുന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. That God can rework you and rewrite you. Praise the Lord. അപ്പോഴ് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 20 തൊട്ട് 24 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തിന് കുശവന് ഒരു പാത്രത്തെ മാന്യതയിലും ഒരു പ്രാവശ്യത്തെ ഒരു പാത്രത്തെ മാന്യത ഇല്ലാതെയും, ഫോർ ഓണർ ആൻഡ് ഡിസോണർ, the one who makes, the maker has the authority to do what he wants. അപ്പോ ഒരു പാത്രത്തെ മാന്യമായും ഒരു പാത്രത്തെ മാന്യത ഇല്ലാതെ ഉണ്ടാക്കാനുള്ളതായ അധികാരം കുശവനുണ്ട്. ഈ പാത്രത്തിന് ചോദിക്കാനൊക്കെയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ മാന്യതയില്ലാക്കി ഉണ്ടാക്കിയിരുന്നെങ്കിലോ ചോദിക്കാനൊക്കെയില്ലായിരുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും പറയാനൊക്കും, ദൈവം നമ്മളെ ആരെയും ഹീനപാത്രമായി ഉണ്ടാക്കിയിട്ടില്ല. ദൈവം നമ്മളെ മാന്യപാത്രമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഹീനപാത്രം ആകുന്നെങ്കിൽ ഇപ്പോഴത് കുശവന്റെ ഉത്തരവാദിത്വമല്ല. അത് 2 തിമോഥെയോസ് 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിച്ചാൽ എങ്ങനെയാണ് ഹീനപാത്രം ഉണ്ടാകുന്നത് എന്നവിടെ വായിക്കും. അതൊന്ന് വായിക്കുന്നത് നല്ലതാ. ആരെങ്കിലും മൈക്കിന്റെ സഹായത്തോടെ അതൊന്ന് വായിച്ചാൽ അത് വളരെ നല്ലതാണ്. 2:20-21 വായിച്ചാട്ടെ. കൊടുക്ക്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഇവയെ വിട്ടകന്ന്, പാപത്തെ വിട്ടകന്ന് തന്നെത്താൻ ക്രമീകരിക്കുന്നവൻ ഉടമസ്ഥന്റെ കയ്യിൽ ഉപയോഗമുള്ള മാന്യപാത്രമായിരിക്കും. അപ്പൊ ഇപ്പൊ കുശവൻ മാനപാത്രങ്ങളെ എല്ലാം മാനപാത്രമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതെങ്കിലും ഹീനപാത്രമാകാതെ മാന്യതയിൽ നിലനിൽക്കുവാൻ നമ്മുടെ ഓപ്ഷൻ ദൈവം തന്നിട്ടുണ്ട്. അതൊരു വലിയ ഗ്രേസാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുശവന്റെ ഇഷ്ടം പോലെ പാത്രത്തെ ഉണ്ടാക്കുന്നെങ്കിലും അത് ഹീനപാത്രമായിട്ടല്ല, മാനപാത്രമായിട്ട് തന്നെയാണ് ഈ കുശവൻ ഉണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹീനതയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെയൊക്കെ ശ്രദ്ധ, നമ്മുടെയൊക്കെ സഹകരണം ഈ കുശവൻ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ അത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞാൻ എപ്പോഴും പറയുന്ന ഹൗസ് ഓഫ് ഗോഡ് വിഷനിലുള്ളതായ ഒരു ആശയം, ഒരു വീട്ടിൽ മാനപാത്രങ്ങളുമുണ്ട്, ഹീനപാത്രങ്ങളുമുണ്ട്. ഈ ഹീനപാത്രമായ ഉടനെ അതിനെ എറിഞ്ഞ് പൊട്ടിക്കുന്നില്ല. പിന്നെയോ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ മാനപാത്രം ആകുവാനായിട്ട് ഈ ഉടയവൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും അടുത്തതായിട്ട് ദൈവം ഈ മെസ്സേജിൽ കൂടി ഇസ്രായേലിനോട് പറയുന്നതായിട്ടുള്ള കാര്യം, ഏതെങ്കിലും ജാതി അതിനെ അവരുടെ പാപം നിമിത്തം വരെ നശിപ്പിക്കുമെന്ന് ദൈവം പറയുമ്പോൾ അവരതിനെപ്പറ്റി അനുതപിച്ച് മനം തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിപ്പാൻ ഒരുങ്ങിയാൽ ദൈവം പറഞ്ഞതായ ആ ശിക്ഷയെപ്പറ്റി ദൈവം അനുതപിക്കുമെന്നാണ് പറയുന്നത്. മറുവശത്ത് ഏതെങ്കിലും ജാതി എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെയും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കെ അവർ വീണ്ടും മാറി ദോഷം ചെയ്താൽ, പാപം ചെയ്താൽ അവരുടെ നന്മ മാറ്റി
അവർക്ക് തിന്മ ദൈവം കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം നന്മയെ പറ്റിയും തിന്മയെ പറ്റിയും അനുദപിക്കുമെന്ന്. നമ്മൾ ദൈവമക്കളാൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം, എന്ത് വേണേലും ചെയ്യാം, സ്വർഗത്തിൽ പോകും, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, എന്തെങ്കിലും ആകാമെന്നും പറഞ്ഞ് നാം മുന്നോട്ട് പോയാൽ ഓർക്കുക, ദൈവാനുഗ്രഹങ്ങൾ കിട്ടുകയില്ല എന്നുള്ള വാണിംഗ് ദൈവമക്കൾ ഏറ്റെടുക്കണം, സഭ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ഭാവിയെപ്പറ്റി ദൈവം നമുക്ക് തരുന്ന ഭാവിയിൽ നമ്മുടെ റെസ്പോൺസ് ഉൾപ്പെട്ടിരിക്കുന്നുള്ളതാണ് അതിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എത്ര തകർന്നു പോയാലും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അവൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് പോയിന്റ് നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.